നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കോളിഫ്ലവർ ബജിയില്ലേ, അത് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷെ സംഭവം സൂപ്പറായിരുന്നു. യൂട്യൂബിൽ നോക്കിയപ്പം കോളിഫ്ലവർ ബജി ഉണ്ടാക്കുന്നതിൻ്റെ പലതരം വീഡിയോസ് കിടക്കുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തന്നേക്കാമെന്ന് ഞാനും. ഈ കോളിഫ്ലവർ ഞാൻ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നേ. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചപ്പോഴേക്കും അതിൻ്റെ മേലെ അല്പം പൂപ്പലൊന്നുണ്ടായിരുന്നു. അത് പിന്നെ കഴുകിയൊക്കെ ഞാൻ എടുത്ത് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ച് അതിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇടാൻ മറന്നു പോകരുത്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് തന്നെ ഇതേപോലെ കൂട്ടിയെടുക്കണം. അതിനും ശേഷം അടുത്ത പാത്രത്തിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, 1.5 സ്പൂൺ മുളക് പൊടി, ഗരം മസാല, കുരുമുളക്, 1 സ്പൂൺ തൈര്, ഉപ്പ്, ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് കടലമാവ്, പിന്നെ വേണ്ട ഇതേപോലൊരു കുഞ്ഞു തവിയിൽ ഒരു 1/4 കപ്പ് നമ്മുടെ കോൺഫ്ലവർ, അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ ഇതിനെ അങ്ങ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കോളിഫ്ലവറും കൂടി ഇട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബജി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇത്രയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം കഴിയാനുള്ള പാത്രങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരിക്കും. ആ പാത്രങ്ങളൊക്കെ കഴുകി വരുമ്പോഴേക്കും ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു 30 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ കോളിഫ്ലവർ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. എണ്ണ കുറവായതുകൊണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരും. ഈ ഒരു സമയമാകുമ്പോൾ വല്ലാത്തൊരു മണം വരുമ്പോൾ നമ്മൾ കൈയിട്ട് വാരി തിന്നും. അങ്ങനെ കൈയിട്ട് വാരി തിന്നുകൊണ്ടാണെങ്കിലും വേണ്ട ഈ സ്റ്റെപ്പ് മറന്നു പോകരുത്. കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴേ ഇതിൻ്റെ ആ ഒരു മണം വരത്തുള്ളൂ. അതുകൂടി ഒന്ന് കഴിഞ്ഞാൽ കൈയിട്ടോ കാലിട്ടോ വാരി കഴിച്ചോ, സംഭവം സെറ്റാണ്.